10ാം ക്ലാസ്സിലോ +1-ലോ +2-ലോ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പരീക്ഷ കാലഘട്ടം ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. ക്രിസ്മസ് എക്സാമിനേഷൻ ദേ കഴിയുന്നു. ഇനി മോഡൽ എക്സാമിനേഷൻ, പബ്ലിക് എക്സാമിനേഷൻ. ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ മക്കളെ ഇനി പഠിക്കണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ ഓർത്ത് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. +2-ൻ്റെ മാർക്ക് മാത്രമല്ല, ഈ സമയത്ത് തന്നെ എൻട്രൻസ് പരീക്ഷകൾക്ക് ഒഴുങ്ങേണ്ട സമയമാണിത്. ഇതെല്ലാം ചേർത്തിട്ട് വട്ടാകേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ മതി. നമ്മുടെ ഫ്യൂച്ചർ ഈ പരീക്ഷകളുടെ വിജയമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ് ഇപ്പോഴത്തെ ലോകം നിയന്ത്രിക്കുന്നത്, വലിയ വലിയ കമ്പനികളുടെ CEO ആയി മാറിയിരിക്കുന്നത്, ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പഠിക്കാതിരുന്നാൽ നമ്മുടെ ഫ്യൂച്ചർ മോശമായി പോകും. നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ പഠനം മികച്ചതാക്കി മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിലും മക്കളെ ഇനി മുതലെങ്കിലും പഠിച്ചു തുടങ്ങണം. നന്നായി പഠിക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോഴും സമയമുണ്ട്. 10th-ലെ പരീക്ഷയോ 11th-ലെയോ 12th-ലെയോ എൻട്രൻസ് പരീക്ഷയോ ബോർഡ് എക്സാമിനേഷനോ ഏതുമായിക്കോട്ടെ, കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ തീർച്ചയായും വിജയം നിങ്ങളുടേതാക്കി മാറ്റാം. ഇനി ഈ സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ പ്ലാനിങ്ങിനെ കുറിച്ച്, എക്സിക്യൂഷനെ കുറിച്ച്, പഠനത്തിനെ കുറിച്ച്, മോക്ക് ടെസ്റ്റ് പേപ്പറുകളെ കുറിച്ച് വരുന്നുണ്ടോ? ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഓർക്കുക, സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.